നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ശനിയാഴ്ചയായിരുന്നു ചോദ്യം ചെയ്യൽ. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെന്നാണ് സൂചന. സ്വർണ്ണപ്പാളികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന്റെ മുന്നിലെത്തിയതെന്നുമാണ് പത്മകുമാറിന്റെ മൊഴി. പോറ്റിക്ക് ദേവസ്വം മന്ത്രിയുമായി പരിചയമുണ്ടായിരുന്നെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. പോറ്റിയുടെ കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ അതോ മന്ത്രിയുടെ മുന്നിലെത്തിയ നിവേദനം ബോർഡിന് കൈമാറുക മാത്രമായിരുന്നു എന്നീ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് SITയുടെ ലക്ഷ്യം. ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനത്തിലും മന്ത്രിക്കോ വകുപ്പിനോ പങ്കില്ലെന്ന് നേരത്തെ കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ മുന്നിലെത്തിയിട്ടില്ല. ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിന്റേത് മാത്രമാണ്. പാളികൾ ഇളക്കാൻ പറയാനും പൂശാൻ പറയാനും മന്ത്രിക്ക് അധികാരമില്ലെന്നും കടകംപള്ളി പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതന്റെ പങ്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ ഉന്നതൻ കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന സംശയം സ്വാഭാവികമായി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന മൊഴിയുമായാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാർ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാളികൾ പുതുക്കണമെന്ന് ദേവസ്വം ബോർഡിൽ പറഞ്ഞത് തന്നെ പത്മകുമാറാണ്. തീരുമാനമെടുത്തതും പത്മകുമാറാണ്. സഖാവ് പറഞ്ഞതനുസരിച്ച് മിനിറ്റ്സ് വായിച്ചു നോക്കാതെ ഒപ്പിടുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് വിജയകുമാറിന്റെ മൊഴി. സർക്കാരിന് ഇനിയും നാണക്കേട് ഉണ്ടാക്കേണ്ട എന്ന് കരുതിയതാണ് കീഴടങ്ങിയതെന്നും N വിജയകുമാർ വ്യക്തമാക്കി. അതേസമയം വിജയകുമാറിന്റെ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ജുഡീഷ്യൽ റിമാൻഡിൽ കഴിയുന്ന വിജയകുമാറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇന്നലെയാണ് പത്മകുമാറിന്റെ ബോർഡിലെ അംഗമായ വിജയകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പിന്നാലെ നടന്ന ചോദ്യം ചെയ്യൽ തനിക്കൊന്നും അറിയില്ല, എല്ലാം പത്മകുമാറാണ് ചെയ്തതെന്നും പറഞ്ഞതെന്നും ഒക്കെ മൊഴി നൽകുകയായിരുന്നു. വലിയ സ്വർണ്ണക്കൊള്ളയാണ് ലക്ഷ്യമെന്ന് അറിയില്ലായിരുന്നെന്നും വിജയകുമാർ മൊഴി നൽകി. നേരത്തെ വിജയകുമാറിനെയും മറ്റൊരു ബോർഡ് അംഗമായിരുന്ന KP ശങ്കർദാസിനെ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതേ മൊഴി തന്നെയാണ് അന്നും ഇരുവരും നൽകിയത്. ഇതോടെയാണ് പത്മകുമാറിലേക്ക് കാര്യങ്ങൾ കൂടുതൽ കൃത്യമായും എത്തുന്നത്. ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് N വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിർവിട്ട് സഹായിക്കാൻ ദേവസ്വം മാനുവൽ തിരുത്തിയതിൽ പത്മകുമാറിനും N വിജയകുമാറിനും KP ശങ്കർദാസിനും പങ്കുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മിനിറ്റ്സിലെ തിരുത്തൽ പത്മകുമാർ രണ്ടുപേരെയും അറിയിച്ചു. മൂവരും അറിഞ്ഞുകൊണ്ടാണ് പാളികൾ പോറ്റിക്ക് കൈ കൊടുത്തുവിട്ടതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച ഇരുവരും പത്മകുമാറിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നും വിവരങ്ങൾ വരുന്നു. ഇതിനിടെ ഡിമണിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഡിമണിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഡിമണി താനല്ല എന്ന് നിഷേധിച്ചെങ്കിലും പിന്നീട് ഡിമണി അയാൾ തന്നെയാണ് എന്ന് വ്യക്തമാവുകയും അതിൽ പ്രകാരം അവിടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തണം എന്ന് പറയുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു കൊള്ള, ആ കൊള്ളയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചതെന്ന് വ്യക്തമാക്കുകയാണ് ഓരോ തെളിവുകളും പുറത്തു വരുമ്പോൾ. ഇനി അറിയാനുള്ള ചില കാര്യങ്ങൾ, ഈ ഉന്നതൻ പ്രശാന്ത് ആണോ കടകംപള്ളി സുരേന്ദ്രനാണോ അതോ ഇരുവരും ചേർന്നാണോ, ഇവർ രണ്ടുപേരുമാണോ ഉന്നതന്മാരിൽ ഉൾപ്പെടുന്നത് എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ഇങ്ങനെ പോയാൽ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ദേവസ്വം ബോർഡോ ദേവസ്വം മന്ത്രിയോ അറിയാതെ ഒന്നും തന്നെ നടക്കില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൈയൊഴിയാൻ നോക്കുന്ന മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമൊക്കെ ഇനിയുള്ള കാലം വളരെ നിർണായകവുമാണ്. ഇങ്ങനെ കൈയൊഴിയാൻ ശ്രമിച്ചാലും അന്വേഷണം ഒരുപക്ഷെ അവരിലേക്ക് തന്നെ എത്തിയാൽ അറസ്റ്റിന് പോലും സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ വരുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമായതിനാൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ തേച്ചു മായ്ച്ചു കളയാൻ പറ്റുമായിരുന്നു. കോടതി കൃത്യമായി ഇതിൽ നിരീക്ഷിക്കുന്നത് കൊണ്ടും CBI അന്വേഷണം ആവശ്യപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ കോടതിയിലേക്ക് പോയതുമൊക്കെ CBI ഈ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുമെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്കാകുന്നത് കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തുമാണ് എന്ന് തന്നെയാണ്.